കുമാര കലാപുരത്തിൻ്റെ വാശിയേറിയ പോരാട്ടമൊക്കെയാണ്. 487 പോയിന്റുമായിട്ട് നിലവിൽ കണ്ണൂരാണ് ഒന്നാമത്. ഇപ്പോൾ ജനപ്രിയ ഇനങ്ങളൊക്കെയാണ് അരങ്ങിൽ നിന്ന് നമ്മുടെ ലെവിൻ കെ വിജയൻ നമുക്ക് ഇപ്പോൾ തത്സമയം ചേർന്നുണ്ട്. ലെവിനെ ഗുഡ് മോർണിംഗ്. അപ്പോൾ തൃശ്ശൂർ കലാമാമാങ്കം തുടങ്ങി 3 ദിവസമായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ എത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നിപ്പം എനിക്ക് തോന്നുന്നു ഈ ഗ്ലാമറസ് ഐറ്റമൊക്കെ ഇന്നും ഉണ്ട്, ഡാൻസും പരിപാടിയൊക്കെ ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് മത്സരങ്ങളൊക്കെ തുടങ്ങിയോ? കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 46-36, 99-50 ഈ ടീം എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സേതു, മത്സരങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. 9:30 കൂടിയാണ് മത്സരങ്ങൾ നടക്കുന്നത്. 3-ാം വേദിയിലും 4-ാം വേദിയിലും അടക്കം ഒട്ടേറെ ജനകീയ മത്സരങ്ങൾ, അതായത് നൃത്ത മത്സരങ്ങൾ അടക്കം ഇന്ന് ഒരുപാട് വേദികളിൽ നിരവധിയായ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് 16-ാം തീയതി മൂന്നാം ദിവസമാണ് കലോത്സവത്തിന്റെ. മോഹിനിയാട്ടം, സംഘനൃത്തം, ഭരതനാട്യം, അങ്ങനെ ജനകീയമായ ഒട്ടേറെ കലകൾ ഇന്ന് അരങ്ങുകളിൽ എത്തുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഈ സ്റ്റേജിൽ പരിപാടികൾ കാണാനെത്തുന്നു. നമ്മൾ നിൽക്കുന്നത് 4-ാം വേദിയായ പവിഴമല്ലിയിലാണ്. തൃശ്ശൂർ ടൗൺ ഹാളാണ്. ഇവിടെ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ ചവിട്ടുനാടകം അടക്കമുള്ള ഇന്ന് ചവിട്ടുനാടകം മാത്രമാണ് ഇവിടെയുള്ള. ഇതിനോടകം തന്നെ മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആസ്വാദകരും കാഴ്ചക്കാരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാനാകും. ഒരുപാട് മുതിർന്നവരൊക്കെ ഈ പരിപാടികളൊക്കെ കാണാൻ വന്നിരിക്കുന്നതും മറ്റും നമുക്ക് കാണാം. അതിന് മുൻപേക്ക് പറയാനുള്ളത് പോയിന്റ് നില തന്നെയാണ്. ഇന്നലെയും അതിവാശിയേറിയ മത്സരങ്ങളാണ് ഈ കലോത്സവത്തിന്റെ 2-ാം ദിവസത്തിൽ നടന്നത്. പോയിന്റ് നില കണക്കാക്കുമ്പോൾ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ പോയിന്റുമായി മുന്നിലുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ 487 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ കോഴിക്കോട് 483 പോയിന്റ്, ആതിഥേയരായ തൃശ്ശൂർ 481 പോയിന്റ് എന്നിങ്ങനെയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടവും മത്സരവുമാണ് നടക്കുന്നത്. ഇനിയുള്ള 2 ദിവസം ഏറ്റവും വീറും വാശിയുമേറിയ മത്സരങ്ങളുടെ കാഴ്ചകളായിരിക്കും കാണാനുള്ളത്. സ്കൂളുകളുടെ കണക്കുകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ആലത്തൂരിൽ നിന്നുള്ള GHS ഗുരുകുലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ പോയിന്റുമായി കലോത്സവത്തിൽ മുന്നിലുള്ളത്. രണ്ടാമത് പത്തനംതിട്ടയിൽ നിന്നുള്ള സ്കൂളാണ്. ഏതായാലും വാശിയേറിയ മത്സരം ഇന്ന് നടക്കും. പോയിന്റ് നിലയിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് ഇപ്പോൾ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചവിട്ടുനാടകത്തിന്റെ പ്രേക്ഷകരായി വന്നിട്ടുണ്ട്. അവർ കാണുന്നതിനും മറ്റും മത്സരം കാണുന്നതിനും മറ്റും. കലോത്സവം ഒരുപാട് കാലത്തിന് ശേഷമാണ് തൃശ്ശൂർ വരുന്നത്. ചെറുപ്പത്തിലൊക്കെ കലാമത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടും ഉണ്ടാകുമെന്ന് കരുതുന്നു. കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇതിന് മുമ്പുണ്ടായപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുവാണ് മഞ്ജു വാര്യർ. അവർക്ക് തിലകായത് ഇവിടെ വെച്ചിട്ട് ഇവിടുത്തെ ഒരു ഇതിൽ വെച്ചിട്ടാണ്. അതെ അതെ, അതാണ് പിന്നെ കണ്ടു. കലോത്സവത്തിന്റെ ഒരു ഓർമ്മകളിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് ആദ്യം മനസ്സിലേക്ക് എത്തുന്നത്? അത് ഈ ചവിട്ട് നാടകമൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇത്തരം കലകൾ നാടൻ കലകൾ കാണാനുള്ള താല്പര്യത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. എന്താണ് പറയാനുള്ളത് കലോത്സവത്തിന്റെ ഓർമ്മകളെ കുറിച്ചൊക്കെ? എന്താ പറയാനുള്ളത്? കലോത്സവത്തിൽ അങ്ങനെ പങ്കെടുത്ത് പണ്ട് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ വന്നുകൊണ്ട് മാത്രം കാണാറ്. ഒരു കാര്യം ചോദിച്ചിട്ട്, അന്നത്തെ ഒരു കലോത്സവം കുറെ എന്തായാലും വ്യത്യാസമുണ്ട്. എല്ലാ സ്റ്റാൻഡേർഡിനും വ്യത്യാസമുണ്ട് പരിപാടികളുടെ. പിന്നെ അന്നില്ലാത്ത കുറേ ഐറ്റംസ് ഇപ്പോൾ ഉണ്ട്. നമ്മളെല്ലാ സ്റ്റേജിലും നടന്ന് കാണാന്നുള്ളതാണ്. ഒരു ഐറ്റം മുഴുവൻ കാണുന്ന ആൾക്കാരല്ല. മസ്റ്റ് വാച്ചിങ് എക്സ്പീരിയൻസ് ആണ് തൃശ്ശൂർ കലോത്സവം. തൃശ്ശൂർ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത്. കാരണം തൃശ്ശൂരുള്ളപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സമയം ഉണ്ടായിരുന്നില്ല കാണാൻ. ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങളെല്ലാ സ്റ്റേജിലും കാണാൻ പോകാറുണ്ട്. നല്ല അനുഭവം. ഞാൻ ഇവരിലേക്ക് പോകാനുള്ള ഒരു കാര്യം, ഇത്രയും എൻ്റെ കാഴ്ചയിൽ ആദ്യം കാണുന്ന ഇത്രയധികം പ്രായമുള്ള ആളുകളെയൊക്കെ ഈ മത്സരവേദിയിൽ ഇത്ര അടുത്ത് നിന്ന് പെട്ടെന്നൊക്കെ ഇപ്പോഴാണൊന്ന് കാണാൻ കഴിയുന്നത്. ബാക്കി നിറഞ്ഞിരിക്കുന്ന സദസ്സും വേദിയുമാണ് എല്ലായിടങ്ങളിലും സന്ദർശിക്കാൻ നേരത്ത് നമുക്ക് കാണാനാവുക. അപ്പോൾ അത് കാഴ്ചക്കാരിൽ പ്രത്യേകതയുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ വാക്കുകൾ കേട്ടാൽ നമുക്കറിയാമല്ലോ. അവർ പറഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂരിൽ കലോത്സവം വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വേദികളും സന്ദർശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, കുട്ടിക്കാലത്ത് അവർ പങ്കെടുത്ത കലാമത്സരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോഴത്തെ യുവജനോത്സവ മത്സരം നടക്കുന്നത്. സ്കൂൾ കലോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുക. അങ്ങനെ ഒരുപാട് ഓർമ്മകളും കാഴ്ചക്കാരെ സംബന്ധിച്ചുകൊണ്ടും ഈ കലോത്സവം നൽകുന്നുണ്ട്. മത്സരാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങുന്ന ടീമിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോഴും കാഴ്ചക്കാരിലും കലോത്സവം വലിയ അനുഭവം തന്നെയാണ് പകർന്നു നൽകുന്നത്. ഏതായാലും തൃശ്ശൂരിലെ കലോത്സവം ഇങ്ങനെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. മൂന്നാം ദിവസത്തിലെ മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കുന്നു. വാശിയേറിയ മത്സരങ്ങളായിരിക്കും ഇന്നും പ്രതീക്ഷിക്കേണ്ടത്. നമ്മുടെ ടീം, ന്യൂസ് മലയാളം ടീം എല്ലാ വേദികളിൽ നിന്നുമായിട്ടുള്ള ഇന്നും ജനപ്രിയ ഐറ്റങ്ങളൊക്കെ അരങ്ങിലെത്തുന്ന ദിവസമാണ്. ലെവിൻ കെ വിജയനാണ് കലോത്സവ നഗരിൽ നിന്ന് വിവരങ്ങളൊക്കെ നൽകിയത്.